ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫാർമ എന്നൊരു വെബ് സീരീസ് കാണാം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റഡീസ് എന്ന പേരിൽ അവരുടെ പുതിയ മരുന്ന് കുട്ടികൾക്കും പ്രഗ്നന്റ് ആയവർക്കും കൊടുക്കുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് ആ കുട്ടികളെയും പ്രഗ്നന്റ് ആയവരെയും ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നും ഈ കമ്പനിയുടെ തെറ്റായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ഹീറോ എങ്ങനെ കൊണ്ടുവന്നു എന്നതുമാണ് ഈ സീരീസിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഡോക്ടർ രാജീവ് എന്നയാൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതാണ്. സാത്തി എന്ന പേരിൽ ഒരു സംഘടന അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ കമ്പനികൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന മരുന്നുകൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ എത്തിക്കുക എന്നതാണ് സാത്തി എന്ന സംഘടനയുടെ ലക്ഷ്യം. 2008 അവരുടെ പുതിയ മെഡിക്കൽ സ്റ്റോർ ഓപ്പൺ ചെയ്തപ്പോൾ വലിയ കമ്പനീസ് അത് തകർക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതേ വർഷം തന്നെയായിരുന്നു നമ്മുടെ ഹീറോ KP വിനോദ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് RX ലൈഫ് എന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. അലക്സ് എന്ന ആളുടെ കീഴിലായിരുന്നു KP വിനോദിന്റെ പോസ്റ്റിംഗ്. വിനോദ് പറയുന്നുണ്ട്, അമ്മ ഒരു ഫാർമസിസ്റ്റ് ആണ്, ആ വക കാര്യങ്ങളിൽ എനിക്ക് അത്യാവശ്യം നല്ല അറിവുണ്ടെന്ന്. എന്നാൽ അലക്സ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നേക്ക്, ഇവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതിയെന്നാണ് അലക്സ് പറയുന്നത്. പിന്നീട് വിനോദിനെയും കൊണ്ട് അലക്സ് ഓരോ ഹോസ്പിറ്റലുകളിലേക്കും പോകുന്നു. അവിടെയുള്ള ഓരോ ഡോക്ടേഴ്സിനെയും വിനോദിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ നിറയെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാര് ഒരു ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ആ ഡോക്ടർ ആരെയും കാണാൻ കൂട്ടാക്കിയില്ല. പക്ഷേ അലക്സിനെ മാത്രം വിളിക്കുന്നു. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. ഡോക്ടർമാർ അവരുടെ മരുന്ന് 300 പ്രിസ്ക്രിപ്ഷനിൽ എഴുതുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലേക്ക് ഒരു ടൂർ പാക്കേജ് RX ലൈഫ് ഓഫർ ചെയ്യും. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പല ഡോക്ടർമാരെയും സ്വാധീനിച്ച് അവർക്ക് വലിയ കമ്മീഷനൊക്കെ കൊടുത്തിട്ട് മാക്സിമം രോഗികളിലേക്ക് അവരുടെ മരുന്ന് എത്തിക്കാൻ RX ലൈഫ് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹോസ്പിറ്റലിലെ ചില സത്യസന്ധരായ ഡോക്ടേഴ്സ് ഇവരുടെ കെണികളിൽ വീണിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയായിരുന്നു ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കെണിയിൽ വീഴാത്ത ഒരു സത്യസന്ധനായ ഡോക്ടറായിരുന്നു അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ രാജീവ്. രാജീവിന്റെ സാത്തി സംഘടന അന്ന് തുടങ്ങിയ സമയമായിരുന്നല്ലോ. സാത്തിയിൽ കുറഞ്ഞ ചെലവിൽ കിട്ടിയിരുന്ന മെഡിസിൻ ആകട്ടെ RX ലൈഫ് വലിയ തുകയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ സാത്തിയും RX ലൈഫും തമ്മിൽ ചില ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ക്യാൻസർ രോഗിയായ തന്റെ ഭാര്യയെയും കൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ വരുന്നത്. തന്റെ ഭാര്യയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് RX ലൈഫിൽ വളരെ എക്സ്പെൻസീവ് ആയതിനാൽ അദ്ദേഹം അത് സാത്തിയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. അതിന്റെ ഇടയിലാണ് അലക്സ് പോയി ആ ഡ്രൈവറോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാനൊരു ഫോണോ ഡ്രസ്സോ വാങ്ങിക്കുമ്പോൾ വില കുറഞ്ഞവ നോക്കി പോവാറുണ്ട്. എന്നാൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നാൽ നല്ലൊരു ഹോസ്പിറ്റലും നല്ല ക്വാളിറ്റിയുള്ള മെഡിസിനുമാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് വില കുറഞ്ഞ മരുന്നുകളിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. വിലയൊന്നും നോക്കാതെ നിങ്ങളുടെ വൈഫിന്റെ ആരോഗ്യമാണ് നോക്കേണ്ടത്. അത് കേട്ടതോടുകൂടി ഓട്ടോ ഡ്രൈവറിന് അത് ശരിയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഡോക്ടർ രാജീവിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ഇങ്ങനെ വരുന്ന ഇഷ്യൂസ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അലക്സ് വിനോദിനോട് പറയുകയാണ്. കാരണം ഇനി ഈ ഏരിയ കവർ ചെയ്യുന്നത് KP വിനോദാണ്. ഓരോ ദിവസവും എത്രത്തോളം മരുന്നുകൾ സെയിലാകുന്നുണ്ടെന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കണക്കെടുക്കണം. അങ്ങനെ അവൻ ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഗൈനക്കോളജിസ്റ്റായ ജാനകിയെ പരിചയപ്പെടുന്നു. ഇനി മുതൽ ജാനകിയുടെ അടുത്ത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവൻ ചെല്ലേണ്ടതുണ്ട്. ജോലിയുടെ തുടക്കമായതിനാൽ അവന് പല ആൾക്കാരോടും സംസാരിക്കേണ്ട രീതിയും അവരെ കയ്യിലെടുക്കേണ്ട രീതിയിലൊന്നും വലിയ അറിവില്ലായിരുന്നു. മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൻ കാര്യങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരെല്ലാം തിരക്കാണ് പറഞ്ഞ് അവനെ ഒഴിവാക്കി വിട്ടു. ചിലരാകട്ടെ നിങ്ങളുടെ മെഡിസിൻ ഇവിടെ ചിലവാകുന്നില്ല പറഞ്ഞ് അതൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. RX ലൈഫിന്റെ ന്യൂ മെഡിസിനായ കൈഡോക്സിന്റെ ലോഞ്ച് ആരംഭിക്കുകയാണ്. പ്രഗ്നന്റായവർക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് കൈഡോക്സിൻ. ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് ആ മെഡിസിൻ അവർ ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ആ ഏരിയയിലുള്ള ഹോസ്പിറ്റലുകളിലും അലക്സ് കൊണ്ടുപോയി വിനോദിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. അടുത്തതായിട്ട് ശ്രീനിവാസ് എന്ന ഡോക്ടറിന്റെ അടുത്ത് വിനോദ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് അലക്സ് പറയുന്നു. എന്നാൽ അവന്റെ സംസാരം ഡോക്ടേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അവനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അലക്സ് പറയുന്നുണ്ട്, ഓൾറെഡി അയാൾ കുറച്ച് മുൻകോപക്കാരനാണ്, അയാളോട് നിൽക്കേണ്ട രീതിയിൽ നിൽക്കണം. ഇയാൾ മാത്രം നമ്മളോട് അത്രയധികം അടുത്തിട്ടില്ല. അതുകൊണ്ട് ഓവറാക്കാതെ അയാളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ നോക്കണം. പതിയെ താൻ പഠിച്ചെടുത്തോളാം എന്ന് വിനോദ് അലക്സിനോട് പറയുന്നു. വിനോദിന് ഒരു കാമുകി ഉണ്ടായിരുന്നു, നന്ദ എന്നാണ് അവളുടെ പേര്. അവളും ഇതേ ഫീൽഡിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവൻ അന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ സാത്തിയുടെ ഒരു മെഡിക്കൽ സ്റ്റോർ കുറച്ച് ആൾക്കാർ ചേർന്ന് കത്തിക്കുന്നത് കാണുന്നുണ്ട്. വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് ഇതിന്റെ പിന്നിലെന്ന് അവൻ അറിയാം. കത്തിക്കൊണ്ടിരിക്കുന്ന ആ മെഡിക്കൽ സ്റ്റോറിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് വിനോദിനെയും ശ്രദ്ധിക്കുന്നുണ്ട്. എത്രയൊക്കെയാണെങ്കിലും അത് നല്ലൊരു സംഘടനയാണെന്ന് വിനോദിനറിയാം. അതുകൊണ്ട് ആ അവസ്ഥ കണ്ടപ്പോൾ വിനോദിന് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. അത് രാജീവും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയാണ് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് തുടക്കത്തിൽ 10 ഇയേഴ്സിന് ശേഷമുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. 2018 മഷൂദ് എന്ന പയ്യൻ RX ലൈഫിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നു.
വിനോദ് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അലക്സ് എങ്ങനെയായിരുന്നു അവനെ സ്വീകരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് അവനെയും സ്വീകരിക്കുന്നത്. മഷൂദ് വന്നപ്പോൾ വിനോദ് അവനെ സ്വീകരിക്കുന്നത് അലക്സിന്റെ സ്ഥാനത്ത് വിനോദും വിനോദിന്റെ സ്ഥാനത്ത് മഷൂദും. പതിവ് പോലെ വിനോദ് മഷൂദിനെയും കൊണ്ട് ആഹാരം കഴിക്കാൻ പോകുന്നു. ആ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ച ശേഷം കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വീണ്ടും 2008. വിനോദ് RX ലൈഫിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊന്നും വിനോദിന് സാധിച്ചില്ല. അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ന്യൂ ജോയിനേഴ്സും അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇവൻ മാത്രം എങ്ങും എത്തിയിട്ടില്ല. അതിന്റെ പേരിൽ അലക്സ് അവനെ വഴക്ക് പറയും. കൂടാതെ പുതിയ മരുന്നായ കൈഡോക്സിന്റെ ലോഞ്ചിനെ പറ്റി പറയുന്നു. മാക്സിമം ഡോക്ടേഴ്സിനെ കണ്ട് അവരോട് കൂടുതൽ ആൾക്കാരിലേക്ക് കൈഡോക്സിൻ എത്തിക്കുന്ന കാര്യം സംസാരിക്കണമെന്ന് അലക്സ് പറയുന്നു. കൂടുതൽ സെയിൽ നടത്തുന്നവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്. ആ ഒരു ടാർഗറ്റ് എങ്കിലും തനിക്ക് നല്ലപോലെ അച്ചീവ് ചെയ്യണമെന്ന് വിനോദിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഈവനിങ് അവൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്നും അവന് കോൾ വരുന്നു. അവർ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെഡിസിൻ ഇല്ലായിരുന്നു. പകരമായിട്ട് ഇവരുടെ കമ്പനിയിലുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കാനായിരുന്നു അവർ വിളിച്ചത്. അവൻ കയ്യോടെ ആ മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നു. ഒരു സെയിൽ നടന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. ആ സന്തോഷത്തെപ്പറ്റി അവിടെയുള്ള നേഴ്സിനോട് അവൻ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 2 പേഷ്യൻസ് അകത്ത് കിടക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ സെയിൽ നടക്കുന്നതിന്റെ സന്തോഷത്തെപ്പറ്റി പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ മെഡിസിൻ കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ അവന് കുറച്ച് വിഷമമൊക്കെ ആയി. എന്നാലും അവൻ അവന്റെ ജോലി ആയതുകൊണ്ട് അവൻ ആദ്യം ഒന്നും വലിയ കാര്യമാക്കിയില്ല. അവൻ അന്ന് ഈവനിങ് മറ്റൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ കാണുന്നുണ്ട്. അയാൾ ഇവനോട് പറയുന്നുണ്ട്, നിന്റെ കമ്പനി ഉടായ്പ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ മാത്രമാണ് കയ്യിലെടുക്കാൻ നോക്കുന്നത്. സിൻസിയറായി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സും നിങ്ങളുടെ ലിസ്റ്റിലില്ല. പിന്നെ അയാൾ അവനോട് പറയുന്നുണ്ട്, ആ രാജീവ് ഡോക്ടർ നിന്നെ അന്വേഷിച്ചു എന്ന്. അയാളെ പോയി കാണാനും. അന്ന് ഈവനിങ് അവൻ റൂമിലെത്തുമ്പോൾ അവനെയും കാത്ത് അവന്റെ കാമുകി നന്ദൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മുംബൈയിലുള്ള RX ലൈഫിന്റെ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെയുള്ള സ്ട്രഗിളിനെ പറ്റിയെല്ലാം അവൻ പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് ഈ കമ്പനി വിട്ടിട്ട് വേറെ ഏതെങ്കിലും കമ്പനി നോക്കിക്കൂടെ എന്ന്. പക്ഷെ വേറൊരു കമ്പനിയും ഇത്രയും നല്ല മെഡിക്കൽ കവറേജ് തരുന്നില്ല എന്ന് അവൻ പറയുന്നു. അവന്റെ അമ്മയ്ക്ക് ഡയാലിസിസ് നടക്കുകയാണ്. അതിന്റെ ചിലവെല്ലാം തന്നെ ഈ കമ്പനിയാണ് നടത്തുന്നത്. ആ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ കമ്പനിയെ നോക്കി പോവാനും വയ്യ. ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. അതുകൊണ്ട് പിറ്റേന്ന് മുതൽ അവൻ അവരുടെ ന്യൂ പ്രൊഡക്റ്റ് ആയ കൈഡോക്സിൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനൊരു പ്ലാന് തന്നെ അവർ തയ്യാറാക്കി. ആദ്യം കാണാൻ പോകുന്നത് ജാനകി ഡോക്ടറെയാണ്. ഗർഭിണികൾക്ക് കൊടുക്കാനുള്ള മരുന്നായതുകൊണ്ട് തന്നെ ഗൈനക്കോളജിസ്റ്റായ ആൾക്കാരെ ആയിരുന്നല്ലോ വേണ്ടത്. അവൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു സ്റ്റഡീസിന്റെ ഭാഗമാണെന്നും മെഡിസിൻ നല്ലതാണെന്നും ഒക്കെ പറഞ്ഞ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. കുട്ടിയുടെ വളർച്ചയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം അവർ സെലക്ട് ചെയ്യുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സാവിത്രി എന്ന് പറയുന്ന സിസ്റ്ററിനെ തന്നെയാണ്. അവർ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ആദ്യം മെഡിസിൻ ജാനകി അവർക്ക് തന്നെ കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് വിനോദ് ഒരുപാട് ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അവരെ എല്ലാം കൺവിൻസ് ചെയ്ത് മാക്സിമം പേഷ്യൻസിലേക്ക് ഈ മെഡിസിൻ എത്തിക്കുന്നു. കമ്പനി അവന്റെ മുന്നിൽ വെച്ച ടാർഗറ്റ് അവൻ പതിയെ അച്ചീവ് ചെയ്യുകയാണ്. ജാനകിയുടെ സഹായത്തോടു കൂടി ആ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന എല്ലാ ഗർഭിണികളിലേക്കും ഈ മെഡിസിൻ എത്തി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവന്റെ കമ്പനിയിൽ എല്ലാവരും അറിയപ്പെടുന്ന നല്ലൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി അവൻ മാറി. അച്ചീവ് ചെയ്ത അവന്റെ ടാർഗറ്റ് കണ്ടിട്ട് എല്ലാവരും അവനെ കൺഗ്രാറ്റ്സ് പറയുന്നു. RX ലൈഫിന്റെ ടീമിലെ നമ്പർ 1 ആയി അവൻ മാറി. അവൻ അവർ കാർ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ വളർച്ചയിൽ എല്ലാവരും ഹാപ്പിയായിരുന്നു. അലക്സ് പറയുന്നുണ്ട്, പതിയെ പതിയെ ഇനി നീ എന്റെ സ്ഥാനത്തേക്ക് എത്തുമെന്ന്. നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ ആ ശ്രീനിവാസൻ ഡോക്ടറെ ഒതുക്കിയെടുക്കാൻ എന്റെ അടുത്തൊരു വഴിയുണ്ടെന്ന് അലക്സ് പറയുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറെ കൊണ്ട് മാക്സിമം ഈ മരുന്ന് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ പോലും അലക്സ് തയ്യാറായിരിക്കുന്നു. ഇത് കണ്ടിട്ട് വിനോദ് ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ ഇതെല്ലാം ബിസിനസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവൻ അതിലൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഒരു അസ്വസ്ഥതയോടുകൂടി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അങ്ങനെ 2008 ഇതൊക്കെ സംഭവിച്ചു. കഥ വീണ്ടും 2018 കാണിക്കുന്നു. 2008 അലക്സ് ഇരുന്ന സ്ഥാനത്താണല്ലോ ഇപ്പോൾ വിനോദ് ഉള്ളത്. അവൻ തന്റെ അണ്ടറിലുള്ള പല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെയും വിളിച്ചിട്ട് മാക്സിമം സെയിൽ നടത്താൻ പറയുന്നു. ഇതിന്റെ ഇടയിൽ അവന്റെ വിവാഹം കഴിഞ്ഞു. നിർമ്മല എന്ന പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. നന്ദിയുമായിട്ട് അവന് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു. വിനോദിന്റെ മകൾക്ക് ആസ്മ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇൻഹേലർ കയ്യിൽ കരുതണം. വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് ജാനകിയുടെ കോള് വരികയാണ്. അവിടെ വെച്ച് വിനോദ് മഷൂദിനെ കാണുന്നുണ്ട്. പതിയെ പതിയെ നല്ല മെഡിക്കൽ റെപ്രസെന്റായി വരികയാണ് മഷൂദ്. പിന്നീട് കാണുന്നത് 2008 ഡോക്ടർ രാജീവിനെ പോയി കാണണമെന്ന് അവന്റെ കൂടെയുള്ള ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പറഞ്ഞില്ലേ, അയാളെയാണ് പിന്നീട് വിനോദ് കാണുന്നത്. അയാളെ കമ്പനിയിലെ ആൾക്കാര് പബ്ലിക്കായിട്ട് അയാളെ കളിയാക്കുന്നത് വിനോദിനെ കാണേണ്ടി വരുന്നു. ഇംഗ്ലീഷ് നന്നായിട്ട് പറയാത്തതിന്റെ പേരിലും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാത്തതിന്റെ പേരിലും ഒക്കെ ആയിരുന്നു അവരെല്ലാവരും ആ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ കളിയാക്കുന്നത്. തോന്നിയെങ്കിലും പിന്നീട് അതെല്ലാം വിട്ട് അവൻ നേരെ ജാനകിയെ കാണാൻ കയറി. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ജാനകി അവനോട് പറയുന്നത്.
അടുത്തിടെ ഇവരുടെ ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടികളിൽ എല്ലാം തന്നെ ജുവനൈൽ ഡയബറ്റീസ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികളിൽ വരുന്ന ഈ ഡയബറ്റീസ് രോഗം അങ്ങനെ ഒരുപാട് പേരിൽ കാണുന്നത്. പക്ഷേ അടുത്തിടെ ഒരുപാട് കുട്ടികൾ ഇത് കാണാൻ തുടങ്ങിയതോടുകൂടി ഇതിനുള്ള കാരണം അന്വേഷിക്കുമ്പോഴാണ് കൈഡോക്സിനാണ് ഇതിന്റെ റീസൺ എന്ന് മനസ്സിലായത്. ആ കുട്ടികളുടെ അമ്മമാരെല്ലാം പ്രഗ്നൻസി ടൈമിൽ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും പ്രഗ്നന്റ് ആയ ലേഡീസിന് കൈഡോക്സിൻ തന്നെയാണ് പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ജാനകി അടക്കം. സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ കൈഡോക്സിൻ തന്നെയാണ് കുട്ടികൾക്ക് ജുവനൈൽ ഡയബറ്റീസ് വരാനുള്ള കാരണം. എന്നാൽ വിനോദിന് ഇത് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. കാരണം കുറച്ചുനാൾ മുൻപ് വലിയ പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് കൈഡോക്സിന്റെ സെയില് നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിനോദിന് തന്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റാതിരുന്നതും. വിനോദ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൈഡോക്സിന്റെ സെയിലിലാണല്ലോ. സ്റ്റഡീസ് നടത്തിയിട്ടാണ് കൈഡോക്സിൻ മരുന്ന് ലോഞ്ച് ചെയ്തത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡീസും നടന്നതായിട്ട് ഒരു തെളിവും കിട്ടിയില്ല. അതുമാത്രമല്ല, ഈ കുട്ടികൾക്ക് ഈ രോഗം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ കമ്പനി ഈ മരുന്ന് ലോഞ്ച് ചെയ്തത് എന്ന് പോലും ജാനകിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എത്ര കുട്ടികൾക്കാണ് രോഗമെന്ന് വിനോദ് ചോദിക്കുമ്പോൾ ജാനകി അവനെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ജുവനൈൽ ഡയബറ്റീസ് ബാധിച്ച കുട്ടികളുടെ എണ്ണം കണ്ടിട്ട് വിനോദ് ഞെട്ടിപ്പോയി. അവരുടെ അമ്മമാരെല്ലാം ഇവിടെ പ്രഗ്നൻസിയിൽ ചികിത്സ തേടിയവരാണ്. ഇവിടെയാണ് സെക്കൻഡ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് 2016 മഹാരാഷ്ട്ര ബോർഡറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ കമ്പനിയിലെ ഒരു മെഷീൻ ശരിയാക്കാനായി വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കാച്ചി എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ അയാൾ അവിടെ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ലോക്കൽസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് ഗുളികകൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവർ അതെല്ലാം കവറിൽ നിറയ്ക്കുന്നു. എന്നാൽ ആരും തന്നെ ഗ്ലൗസ് ഇട്ടിരുന്നില്ല. വലിയ വലിയ കമ്പനികളിലേക്കാണ് പോകുന്നത്. ആ ഏരിയയെല്ലാം അയാൾ നടന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ സാധാരണ ഒരു വർക്ക്ഷോപ്പുകാരനായിരുന്നില്ല. അയാളുടെ ശരീരത്തിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സാത്തി എന്ന സംഘടനയുടെ പ്ലാൻ ആയിരുന്നു. ായിട്ട് മരുന്നുകൾ നിർമ്മിക്കുകയും വിപണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു ആ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്നാൽ കാച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാമറ അവിടെയുള്ള ഒരാൾ കാണുകയും അവരെല്ലാവരും ചേർന്നിട്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വിദഗ്ധമായി അവൻ രക്ഷപ്പെട്ട് കിട്ടിയ തെളിവുമായി കാച്ചി പുറത്തു കടന്നു. ഇത് 2016 നടക്കുന്നത്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട്. 2008 വർഷം. വിനോദ് ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന കാലഘട്ടം. അവന്റെ കമ്പനി ആ സമയത്തായിരുന്നല്ലോ കൈഡോക്സിൻ ലോഞ്ച് ചെയ്തിരുന്നത്. അന്ന് അവൻ ഒരുപാട് ആൾക്കാരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ചത് കാരണം അവന്റെ കമ്പനി ഹെഡായ അരവിന്ദനിൽ നിന്ന് ബെസ്റ്റ് ട്രെയിനി അവാർഡ് അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അരവിന്ദനും ജാസ്മിനുമായിരുന്നു മെയിൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഈ ട്രെയിനീസിന് അപ്പോൾ അറിവില്ലായിരുന്നു. കഥ വീണ്ടും 2018 കാണിക്കുന്നു. ഡയബറ്റീസ് ബാധിച്ച കുട്ടികളുടെ എണ്ണം കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് വിനോദ്. അവർ ഹോസ്പിറ്റലിലെ റെക്കോർഡ് റൂമിലേക്ക് പോയിട്ട് കൈഡോക്സിന്റെ സ്റ്റഡിയെ പറ്റിയുള്ള എന്തെങ്കിലും ഫയൽ കിട്ടുമോ എന്ന് നോക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഒരു ഫയൽസും തന്നെ കിട്ടിയില്ല. വിനോദ് ഈ കാര്യങ്ങളെപ്പറ്റി അപ്പോൾ തന്നെ ഹെഡായ അരവിന്ദനും ജാസ്മിനും ഒരു മെയിൽ അയക്കുന്നുണ്ട്. എന്നാൽ വരാൻ പോകുന്ന ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് വിനോദിനോട് അവർ പറഞ്ഞിരുന്നത്. ഡോക്ടർ ജാനകി വിനോദിനോട് പറയുന്നുണ്ട്, എന്റെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ഈ മെഡിസിൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അറ്റം വരെ പോകുമെന്ന്. ഈ കമ്പനിയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വിനോദ് തന്റെ കമ്പനിയുടെ അടുത്ത പ്രോഗ്രാമിന് പോകുന്നു. അവിടെ തങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു മെഡിസിൻ ലോഞ്ച് ചെയ്യുകയാണ്. കൈഷൂർ എന്നാണ് ആ മരുന്നിന്റെ പേര്. കുട്ടികളിൽ ഉണ്ടാകുന്ന ചുമയ്ക്ക് വേണ്ടിയുള്ള മെഡിസിൻ ആയിരുന്നു. 2008 വിനോദിന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും കമ്പനിയുടെ വലിയ വലിയ പോസ്റ്റിംഗിൽ ഇരിക്കുന്നത് വിനോദ് ശ്രദ്ധിക്കുന്നുണ്ട്. വിനോദും അവിടെ ഇരിക്കേണ്ടതായിരുന്നു. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ കൈഡോക്സിൻ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇവന്റെ കമ്പനി നിർത്തിയത് കൊണ്ടാണ് അവന് പിന്നീട് അതിന്റെ സെയിൽ നടത്താൻ പറ്റാതെ പോയത്. അങ്ങനെ അവർ കരിയറിൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും. കൈഡോക്സിന്റെ ഇഷ്യൂസിനെ പറ്റി ജാസ്മിന്റെ അടുത്ത് സംസാരിക്കാൻ അവൻ ചെല്ലുമ്പോൾ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ അത് വിട്ടേക്ക്, നിനക്ക് പ്രൊമോഷൻ തരാൻ പോവുകയാണെന്നാണ് അവർ പറയുന്നത്. RX ലൈഫിന്റെ സൗത്ത് ഇന്ത്യയുടെ ഹെഡായിട്ടാണ് അവരെ മാറ്റാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഹെഡായ അരവിന്ദിനോട് വിനോദ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കുന്നു. ഈ മെഡിസിന് ഇഷ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് തുടക്കമേ അറിയാമായിരുന്നു. ഈ ടീം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കരുതെന്ന് നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ടും അവർ മനഃപൂർവ്വം ലോഞ്ച് ചെയ്തു. ഇത് കുട്ടികൾക്ക് സൈഡ് എഫക്ട് ഉണ്ടാക്കുമെന്നും അവർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡയബറ്റീസിനുള്ള മെഡിസിൻ ഞങ്ങളുടെ അടുത്തുണ്ട്. അവർക്ക് ഇൻസുലിന്റെ ആവശ്യം വരുമായിരിക്കും, ഇൻസുലിനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾ ഇങ്ങനെ ഓരോരോ മെഡിസിൻ കഴിച്ച് ചിലപ്പോൾ അവർക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണെന്നാണ് അയാൾ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ആൾക്കാരിലേക്ക് ഈ രോഗം എത്തിച്ച് അതിനുള്ള മെഡിസിൻ അവർ കൊടുത്തിട്ട് അതിൽ നിന്നും ക്രെഡിറ്റ് ഉണ്ടാക്കുകയായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യം. ഇതൊരു ലൈഫ് ലോങ് ബിസിനസ് ആയിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ഇതെല്ലാം വിനോദിനെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. നാലാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ജാനകി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് വിജയ് അവളെ കോൾ ചെയ്യുന്നതാണ്. ലണ്ടനിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വിജയ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ കൂടെ നാട്ടിലുണ്ട്. അതേസമയം നമ്മുടെ വിനോദാവട്ടെ മസൂദിന്റെ കൂടെ
പീഡിയാട്രീഷ്യന്റെ അടുത്തായിരുന്നു. RX ലൈഫിന്റെ പുതിയ മെഡിസിനായ കൈഷോർ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായി ഇപ്പോൾ അവരുടെ ലക്ഷ്യം. പനിയും ചുമയുമായി വന്ന ഒരു കുട്ടിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വിനോദ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടി തുടരെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. കൈഡോക്സിന്റെ ആഫ്റ്റർ എഫക്ട് അവൻ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. കൈഷോറും അതുപോലെ ആകുമെന്ന പേടി അവനുണ്ടായിരുന്നു. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് ജാനകിയുടെ കോൾ വരികയാണ്. കോൾ കട്ടായതും പഴയ കാമുകിയായ നന്ദ വിളിക്കുന്നു. നന്ദയുമായി ബ്രേക്കപ്പ് ആയെങ്കിലും വിനോദ് നന്ദ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് സംസാരിച്ച ശേഷം ആ കോൾ കട്ട് ചെയ്ത് വിനോദ് ജാനകിയെ കാണാൻ പോകുന്നു. ജാനകി അവനെ കൊണ്ടുപോയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന സാവിത്രി എന്ന നഴ്സിനെ കാണിക്കാനാണ്. കൈഡോക്സിൻ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത് ഈ നഴ്സിനായിരുന്നു. അവരുടെ മകൻ കേശുവിനും ജുവനൈൽ ഡയബറ്റീസ് ഉണ്ട്. ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന അവനെ സംബന്ധിച്ച് ഈ രോഗം വലിയ വെല്ലുവിളിയായിരുന്നു. കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ ഇവരുടെ കൂടെ സാവിത്രിയും ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോഴും സാവിത്രിക്ക് വിനോദിനെ വിശ്വാസമുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും RX ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വിനോദ്. ഈ കുട്ടികളുടെ അവസ്ഥ കണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ജാനകി അവനോട് പറയുന്നുണ്ട്. കാരണം RX ലൈഫ് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് കാശ് കൊടുത്ത് അവനെ വിലക്കെടുക്കാൻ ശ്രമിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അതിനൊന്നും കൂട്ടുനിൽക്കില്ല, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് വിനോദ് പറയുന്നു. അവർക്കെതിരെ കുറച്ചുകൂടി തെളിവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി അവൻ അലക്സിനെ കാണുന്നുണ്ട്. വിനോദ് ജോയിൻ ചെയ്ത സമയത്ത് അലക്സ് ജോലിക്ക് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ആ ജോലിയൊക്കെ വിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ RX ലൈഫിനെതിരെ തെളിവുകൾ സംഘടിപ്പിക്കാൻ ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നതിന് മറ്റൊരു കാരണമുണ്ട്. അയാളുടെ കുട്ടിക്ക് ക്യാൻസർ ആണ്. ഇന്ന് അയാൾക്ക് പല കാര്യത്തിലും കുറ്റബോധമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വില കൂടിയ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിരുന്ന അയാളാകട്ടെ ഇന്ന് തന്റെ കുഞ്ഞിന് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. കൈഡോക്സിനെ സംബന്ധിച്ചുള്ള ചില ഫയൽസ് എല്ലാം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി. കൂടാതെ ജാനകി അയച്ചു കൊടുത്ത വീഡിയോ കണ്ടതോടുകൂടി ആ കമ്പനിക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു വിനോദിന്റെ തീരുമാനം. ബാധിച്ച കുട്ടികളുടെ മുഖമൊക്കെ അവന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം മകളുടെ ഷുഗർ വരെ അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. തന്റെ മകളും ഈ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെന്നറിയാൻ. അവന്റെ വൈഫ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കമ്പനിക്കെതിരായിട്ട് മുൻപോട്ട് പോകാനായി. അതേസമയം RX ലൈഫിൽ നിന്ന് ജാസ്മിൻ ആകട്ടെ അവനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് കൈഡോക്സിനെ പറ്റിയുള്ള എല്ലാ ഫയൽസ് കണ്ടെത്തിയത് നശിപ്പിക്കുകയായിരുന്നു അവരുടെ തീരുമാനം. അതിനുവേണ്ടി RX ലൈഫ് തന്നെ പല ആൾക്കാർക്കും ക്യാഷ് കൊടുത്തിട്ട് അവരുടെ ഫയൽ എല്ലാം തന്നെ കളക്ട് ചെയ്യാൻ RX ലൈഫർ ഏർപ്പാടാക്കിയത് വിനോദിനെ തന്നെയായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് വിനോദ് ഇതെല്ലാം കളക്ട് ചെയ്ത് ഇവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമെന്നാണ്. എന്നാൽ വിനോദ് ഇവർക്കെതിരെ തിരിഞ്ഞത് അവർ അറിഞ്ഞിരുന്നില്ല. വിനോദ് ആ ഫയൽസ് എല്ലാം എടുത്ത് RX ലൈഫിലേക്ക് പോകാതെ ഡോക്ടർ രാജീവിനെ കാണാൻ സാത്തി എന്ന സംഘടനയിലേക്കാണ് പോയത്. അവരുടെ കൂടെ നിന്ന് ആ കമ്പനിക്കെതിരെ പോരാടാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഇവിടെ 4ാമത്തെ എപ്പിസോഡ് എൻഡാവുന്നു. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ 2008 നടക്കുന്ന ചെറിയൊരു ഇൻസിഡന്റ് കാണിക്കുന്നു. ഡോക്ടർ രാജീവ് സാത്തി എന്ന സംഘടനയിൽ ചേരാൻ വിനോദിനെ ക്ഷണിക്കുന്നു. വിനോദ് ആ ഓഫർ നിരസിച്ചു. കാരണം RX ലൈഫിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. RX ലൈഫാണ് വിനോദിന്റെ അമ്മയുടെ ഡയാലിസിസിന്റെ ചെലവുകളിൽ കുറച്ച് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അവൻ സാത്തിയിൽ ചേരുന്നില്ല. എന്നാൽ ഇന്ന് RX ലൈഫിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി അവൻ സാത്തിയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. RX ലൈഫിന്റെ ഫയൽസ് സാത്തി എന്ന സംഘടനയിൽ എത്തിച്ചത് കൊണ്ട് തന്നെ വിനോദിന്റെ പിറകെ എന്തായാലും RX ലൈഫിലെ ആളുകൾ ഉണ്ടായിരിക്കും. ഒന്ന് കരുതിയിരിക്കാൻ ജാനകി അവനോട് പറയുന്നു. RX ലൈഫിലേക്ക് റിസൈൻ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് ആവുന്ന ഹെൽപ്പൊക്കെ അവൻ ചെയ്തിട്ട് വൈഫിനെയും കുട്ടിയെയും കൊണ്ട് ദുബായിലേക്ക് പോകാനായിരുന്നു അവന്റെ പ്ലാൻ. കുറച്ച് ദിവസങ്ങൾ കൂടിയേ അവൻ ഇവിടെ ഉണ്ടാവൂ. അതിനിടയ്ക്ക് അവന് നന്ദയുടെ കോൾ വരുന്നുണ്ട്. ഇക്കാരെല്ലാം ഡേഞ്ചറസ് ആണ്, നീ സാത്തിയുടെ കൂടെ ചേരാൻ പാടില്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. അവിടെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നീയും ഇല്ലേ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വിനോദിനെ രാജീവ് ഡോക്ടർ സാത്തിയുടെ മറ്റംഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇവർ നടത്തിയ മിഷനെ പറ്റിയുള്ള വീഡിയോസും വിനോദിന് അവർ കാണിച്ചു കൊടുക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിനോദിന്റെ ഒരു സുഹൃത്തു കൂടിയായ മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ അയാളുടെ ഹെഡ് പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്തിരുന്നില്ലേ? അയാൾ ആ ജോലി രാജിവെച്ചിട്ട് സാത്തിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെയും വിനോദ് അവിടെ കാണുന്നു. കൈഡോക്സിന് ആദ്യം പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തത് സാവിത്രിക്കായിരുന്നല്ലോ. അതുകൊണ്ട് ആ കുറ്റബോധം വിനോദിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പോകുന്നതിന് മുമ്പ് വിനോദ് സാവിത്രിയെയും മകനെയും പോയി കാണുന്നു. അവരുടെ മകന് ക്രിക്കറ്റ് ബാറ്റ് ഗിഫ്റ്റായി കൊടുക്കുന്നു. അതിനിടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളും കൊടുക്കുന്നു. ഇതിന്റെയൊന്നും ആവശ്യമില്ല പറഞ്ഞ് അവരതെല്ലാം തിരിച്ചു കൊടുക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, ചെയ്ത തെറ്റിന് ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന്. എനിക്ക് ഒരു ആസ്മയുള്ള മോളുമുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ സാവിത്രി ആ ഗിഫ്റ്റ് വാങ്ങുന്നു. അതേസമയം വിനോദും ജാനകിയും കേസുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഹോസ്പിറ്റലിൽ അറിഞ്ഞതോടുകൂടി ജാനകിക്കെതിരെ പല പ്രശ്നങ്ങളും നടക്കുന്നു. ഓൾറെഡി മരിച്ചുപോയ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ ജാനകിയെ വിളിച്ച് ആ പേഷ്യന്റിനെ നോക്കാൻ പറയുന്നു.
എന്നിട്ട് പിന്നീട് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ അവിടെ വരുന്ന പ്രശ്നമുണ്ടാക്കുന്നു. കാരണം ആ പേഷ്യന്റ് ഇവളുടെ കൈപ്പിഴ കൊണ്ടാണ് മരിച്ചതെന്ന് അവർ പറയുന്നു. എന്നാൽ ആ പേഷ്യന്റ് ഓൾറെഡി മരിച്ചതാണെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ആ സമയത്ത് വിനോദ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളെ സേഫാക്കി. ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടർ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിനോദിന്റെ കൂടെയാണ് ജാനകി പോയതെന്ന് ആ ഡോക്ടർ മനസ്സിലാക്കുന്നു. വിനോദ് നേരെ അവളെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ലണ്ടനിലേക്ക് തിരിച്ചുപോയി. ഇതിന്റെ എല്ലാം പിന്നിൽ RX ലൈഫ് ആണെന്ന് ജാനകിക്ക് ഏകദേശം ഉറപ്പായി. എന്നാലും ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് പോലീസ് എത്തും. എന്നാൽ സംസാരിക്കാനായിരുന്നില്ല പോലീസ് വന്നത്. RX ലൈഫിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ വിനോദ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വിനോദിനെ പുറത്തിറക്കാൻ രാജീവും ജാനകിയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. 5th എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നു. 6th എപ്പിസോഡിൽ കാണിക്കുന്നത് രാജീവ് ഡോക്ടറെയാണ്. അയാളുടെ വൈഫിന് ക്യാൻസർ ആയിരുന്നു. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ കേസിനൊക്കെ പോകുമ്പോഴും വൈഫിനെ ശ്രദ്ധിക്കാൻ അയാൾ മറന്നിരുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് ക്യാഷ് ചെലവുണ്ട്. അമർഗിരി എന്ന വക്കീലാണ് ഈ കേസ് നോക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ രാജീവ് കോടതിയിലേക്ക് വരുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും അയാളുടെ വൈഫ് മരിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും പതറാതെ അയാൾ കേസുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ജാനകി ഒരു ഹാപ്പി ന്യൂസ് അറിയുന്നു. അവൾ പ്രഗ്നന്റ് ആണ്. ഈ വിവരം ഹസ്ബൻഡ് വിജയോട് പറയാൻ ലണ്ടനിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റിന് ജാനകി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവൾ ലീവ് എടുത്ത് എയർപോർട്ടിലേക്ക് പോകും വഴി ഒരു നഴ്സിന്റെ കോൾ വരുന്നു. ജാനകി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ താൻ ആലുവ വരെ പോവുകയാണെന്ന് പറഞ്ഞ് ജാനകി കോൾ കട്ട് ചെയ്യുന്നു. ഡൗട്ട് തോന്നിയ ജാനകി മനഃപൂർവ്വം ആരോ തന്നെ വിളിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വണ്ടി തിരിച്ച് വേറെ എങ്ങോട്ടോ പോകുന്നു. അതിനുശേഷം കുറെ ടൈം കഴിഞ്ഞാണ് അവൾ വിനോദിനെ കാണാൻ പോകുന്നത്. വിനോദിന് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. വിനോദിനെ കൂടി കൊണ്ടുപോകാൻ നിർമ്മലയും മകളും വന്നിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ദുബായിലേക്ക് പോകുന്നുവെന്ന് പറയുന്നു. താനും നാളെ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് ജാനകിയും പറയുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. എന്നാൽ അവരെ ഫോളോ ചെയ്ത് RX ലൈഫിന്റെ ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ലോറി വന്ന് ജാനകിയുടെ വാഹനത്തിൽ ഇടിക്കുകയും അവൾ മരിക്കുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് മരണാനന്തര ചടങ്ങിൽ വിനോദ് പങ്കെടുക്കുന്നതാണ്. ആ സമയം അവിടേക്ക് സാവിത്രിയും അവരുടെ മകനും വരുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും RX ലൈഫ് നോട്ടം ഇട്ടിരിക്കുകയാണെന്ന് വിനോദിന് അറിയാം. ജാനകി മരിച്ച സ്ഥിതിക്ക് ഇനി അടുത്തത് ഞങ്ങൾ തന്നെയാണ് ലക്ഷ്യമെന്ന് വിനോദിന് പേടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്ന നേരത്ത് അവരെ ഫോളോ ചെയ്ത് ഒരു വണ്ടി പോകുന്നത് വിനോദ് ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് വിനോദ് അവിടെ ഉണ്ടായിരുന്ന മഷൂദിനോട് ബൈക്ക് എടുത്ത് നമുക്ക് ആ വണ്ടിയെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും റെയിൻകോട്ടും ഇട്ടാണ് ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നത്. ആ വണ്ടിയിലുള്ള ആൾക്കാർ വിനോദിനെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വിനോദ് എന്ന് തെറ്റിദ്ധരിച്ച് അവർ പാലത്തിന്റെ മുകളിൽ നിന്നും മഷൂദിനെ തള്ളിയിടുന്നു. വിനോദിന് പകരം അവിടെ മസൂദാണ് മരിക്കുന്നത്. അതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇവിടെ 6th എപ്പിസോഡ് എൻഡ് ആവുന്നു. 7th എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് ജാനകിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തകർന്നിരിക്കുന്ന വിജയിയാണ്. ജാനകിയുടേത് ഒരു ആക്സിഡന്റ് ആണെന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത്. ജാനകിയുടെ ബാഗിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. വണ്ടി ആക്സിഡന്റ് ആയ കാരണം ആരെങ്കിലും ആ അവസരം മുതലെടുത്ത് സാധനങ്ങൾ മോഷ്ടിച്ചതാകാം എന്നാണ് പോലീസുകാർ പറയുന്നത്. ജാനകി പോയ വഴികളെല്ലാം തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ ഇടയ്ക്ക് ജാനകി U-ടേൺ എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു നേരത്തേക്ക് അവൾ എവിടെയെന്നോ അവളുടെ വണ്ടി എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഏരിയയിൽ അവൾക്ക് പരിചയം ആരെങ്കിലും ഉണ്ടോ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും CCTV അവളുടെ കാർ പോയ ഒരു ഏരിയ ലക്ഷ്യമാക്കി വിജയ് അവിടേക്ക് പോകുന്നു. അവിടെയുള്ള പലരോടും ചോദിക്കുന്നുണ്ട് ഈ ലേഡി ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അവളെ ഓൾറെഡി അറിയാവുന്ന ഒരു ചായക്കടക്കാരൻ വിജയോട് പറയുന്നുണ്ട് ആ ഡോക്ടർ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി പോകുന്നത് താൻ കണ്ടെന്ന്. അങ്ങനെ വിജയ് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കുമ്പോഴാണ് അവൾ മുൻകൂട്ടി ചെയ്തു വെച്ച ചില കാര്യങ്ങൾ മനസ്സിലായത്. ഓൾറെഡി തെളിവുകൾ നശിപ്പിക്കാൻ RX ലൈഫ് ശ്രമിക്കുമെന്ന് മനസ്സിലാക്കി അവൾ എല്ലാ തെളിവുകളും അടങ്ങുന്ന ചില ഫയൽസ് ആകട്ടെ രാജീവ് ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സാവിത്രിയുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരുന്നത്. തന്റെ വൈഫിന്റെ മരണത്തിന് കാരണക്കാരായവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വിജയും തീരുമാനിച്ചു. അതേസമയം ഇവിടെ RX ലൈഫിൽ മസൂദിന്റെ മരണത്തിൽ എല്ലാവരും ദുഃഖിതരായിരുന്നു. എന്നാൽ നന്ദയ്ക്കറിയാം ഇത് ആളുമാറി ചെയ്ത കൊലയാണെന്ന്. നന്ദ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. RX ലൈഫിന്റെ കൂടെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന്. വിനോദ് ആകട്ടെ ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ജാനകിയുടെയും മസൂദിന്റെയും മരണശേഷം ആ തീരുമാനം അവൻ മാറ്റുന്നു. വൈഫിനെയും മോളെയും ദുബായിലേക്ക് അയച്ച ശേഷം അവൻ നേരെ സാത്തിയിലേക്ക് വരുന്നു. RX ലൈഫിന്റെ തകർച്ച കണ്ടതിന് ശേഷമേ ഇനി ഞാൻ പിന്നോട്ടുള്ളൂ എന്ന് വിനോദ് ഉറപ്പിക്കുന്നു. എന്നാൽ ഇതിനെതിരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയവും പണവും നഷ്ടമാകുമെന്ന് രാജീവ് പറയുന്നുണ്ട്. പലയിടങ്ങളിലും നമ്മൾ തോറ്റുപോയേക്കാം. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെ കുറെ ശ്രമിച്ചതാണ്. 67 കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ 7 കേസുകളാണ് വിജയിച്ചത്. എന്നാൽ വിനോദ് RX ലൈഫ് എന്ന കമ്പനിയെ ഇല്ലാതാക്കാൻ എന്ത് വേദനയും സഹിക്കാമെന്നുള്ള ഒറ്റ ഉറപ്പോടുകൂടി നിന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട്
അവൻ RX ലൈഫിനെതിരെയുള്ള തെളിവുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പലയിടങ്ങളിലും പോയിട്ട് കൈഡോക്സിൻ മൂലം പ്രശ്നമുണ്ടായ പലരുടെയും ഡീറ്റെയിൽസ് ശേഖരിച്ചു. വിജയും വിനോദും ചേർന്ന് മീഡിയയുടെ മുമ്പിൽ ജാനകിയുടെയും മസൂദിന്റെയും കൊലപാതകമാണ് ആക്സിഡന്റ് അല്ല എന്ന് പറയുന്നു. ഡോക്ടർ രാജീവും വിനോദും ചേർന്ന് ഈ കമ്പനി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അരവിന്ദ് ആകട്ടെ തന്റെ ആളെ വിട്ട് ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും സാത്തിയുടെ സംഘടനയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവരെ രക്ഷയ്ക്കായി അവിടെ എത്തി. തലനാരിഴയ്ക്കാണ് അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ പലയിടങ്ങളിലും വിനോദ് യാത്ര ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരെ കാണുന്നു. അവരുടെ കയ്യിൽ നിന്ന് പല ഫയൽസും കളക്ട് ചെയ്യുന്നു. അതേസമയം RX ലൈഫ് ആകട്ടെ തങ്ങൾക്കെതിരെ കൊണ്ടുവരാൻ സാധ്യതയുള്ള തെളിവുകളെല്ലാം തന്നെ കളക്ട് ചെയ്ത് കത്തിച്ചു കളയാൻ ശ്രമിക്കുന്നു. കൈഡോക്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫയൽസും ശേഖരിച്ച് ഒരിടത്ത് വെച്ച് കൂട്ടിയിട്ട് കത്തിച്ചു. അതിനാൽ അവരെ തകർക്കാനാവില്ല എന്നുള്ളൊരു വിശ്വാസം അരവിന്ദനും ജാസ്മിനും ഉണ്ടായിരുന്നു. ഇവിടെയാണ് 7th എപ്പിസോഡ് കഴിയുന്നത്. 8th എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കോടതിയിൽ ഇവരെല്ലാവരും ഹാജരാകുന്നതാണ്. RX ലൈഫിൽ നിന്ന് അരവിന്ദൻ, ജാസ്മിനും ഉൾപ്പെടുന്ന സംഘം അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ അതേസമയം രാജീവിനെ അയാളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് അറിയിക്കുന്നുണ്ട് ഇവരുടെ കേസിൽ പ്രസന്റ് ആയിക്കൊണ്ടിരിക്കുന്ന അമർഗിരി എന്ന വക്കീൽ ഇനി വരില്ല എന്ന്. അതിന്റെ പിന്നിൽ വേറൊരു ഇഷ്യൂസും ആയിരുന്നില്ല. ഓൾറെഡി അയാൾക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ അയാളുടെ ജൂനിയർ ആണ് അപ്പിയർ ആവുന്നത്. എന്നാൽ അതോടുകൂടി ഡോക്ടർ രാജീവിന് പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ കോടതിയിൽ വാദം തുടങ്ങി. ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാനായിരുന്നു RX ലൈഫ് തീരുമാനിച്ചിരുന്നത്. കൈഡോക്സ് കാരണം പല സൈഡ് എഫക്ട്സും വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് RX ലൈഫ് പറയുന്നത്. ബാധിക്കപ്പെട്ട ഓരോ കുട്ടികൾക്കും അവർ 20 ലക്ഷം രൂപ ഓഫർ ചെയ്തിരുന്നു. ആ ഓഫർ സ്വീകരിക്കാൻ ഒരുവിധപ്പെട്ട എല്ലാ ഫാമിലീസും തയ്യാറാവുന്നു. ഇങ്ങനെയൊരു കേസിൽ കോമ്പൻസേഷൻ കൊടുത്ത് കാര്യങ്ങൾ ഒതുക്കി തീർക്കുകയാണെങ്കിൽ അതുതന്നെയാണ് കോടതിയെ സംബന്ധിച്ച് നല്ലത്. ഈ കേസ് നമ്മൾ തോൽക്കുമോ എന്ന സാവിത്രിയോട് അവരുടെ മകൻ ചോദിക്കുന്നുണ്ട്. കോമ്പൻസേഷൻ വാങ്ങിച്ച് എല്ലാവരും പോയി കഴിഞ്ഞാൽ കേസിൽ നമ്മൾ തോൽക്കുമെന്ന് സാവിത്രി പറയുന്നു. കാരണം കൈഡോക്സിൻ ഇപ്പോൾ വിപണിയിലുള്ള മരുന്നല്ല. അവര് വാദിച്ചിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് അവരതിന്റെ സെയിൽ നിർത്തലാക്കി എന്നാണ്. അങ്ങനെ വാദം പൂർത്തിയായി. പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങിയ അരവിന്ദനെ കാത്തിരുന്നത് ഒരുപാട് വണ്ടികളിൽ വന്നിറങ്ങിയ കുട്ടികളായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളും അതിലുണ്ടായിരുന്നു. ഇത് വിനോദിന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു. കൈഡോക്സിൻ ഓൾറെഡി നിരോധിച്ചതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന കേസുകളെല്ലാം തന്നെ കാശുകൊടുത്ത് RX ലൈഫ് ഒതുക്കി തീർക്കുമെന്ന് വിനോദിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന കൈറ്റ് സിറപ്പിന് പിന്നാലെയായിരുന്നു ഇത്രയും ദിവസം വിനോദ്. അതിൽ ഹ്യൂമൻ ബോഡിക്ക് അപകടമുണ്ടാക്കുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിനോദ് കണ്ടെത്തിയിരുന്നു. അത് സ്റ്റഡി ചെയ്ത RX ലൈഫിന്റെ ടീം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വിപണിയിൽ ഇറക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞ് അവർ കൊടുത്ത ഒരു നോട്ടീസ് നന്ദയുടെ സഹായത്തോടുകൂടി വിനോദ് കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കൂടാതെ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള കുട്ടികളെ കണ്ട് അവരുടെ റിപ്പോർട്ട്സ് എല്ലാം തന്നെ ശേഖരിച്ച് അവൻ നടത്തിയ സ്റ്റഡീസിൽ ഇതുമൂലം പല കുട്ടികൾക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിച്ച് RX ലൈഫിനെതിരെ കേസ് കൊടുക്കുക എന്നത് വലിയൊരു ടാസ്കാണ്. ഒരുപാട് ക്യാഷ് ചെലവുണ്ട്. ആൾക്കാരെ എല്ലാം ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവുകളെല്ലാം ഏറ്റെടുത്തത് വിജയ് ആയിരുന്നു. ജാനകിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യണമെന്ന് വിജയ്ക്ക് തോന്നി. വിനോദ് അരവിന്ദിനോട് പറയുന്നുണ്ട് ഇവരെല്ലാം കൈഡോക്സിന്റെ പുറകെയല്ല വന്നത്, കൈറ്റ് സിറപ്പിനെതിരെ കേസ് കൊടുക്കാനാണ് വന്നത്. അതോടെ അരവിന്ദൻ ശരിക്കും പേടിച്ചു. അവിടെ പുതിയൊരു യുദ്ധം തുടങ്ങുകയായിരുന്നു. കൈറ്റ് സിറപ്പിനെതിരെയുള്ള സാത്തി എന്ന സംഘടനയുടെ പോരാട്ടം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പല കേസുകൾ ഓരോ ദിവസവും വാദങ്ങൾ കഴിഞ്ഞു. എന്തെങ്കിലും ഒരിക്കൽ ജയിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് 2026 നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ലോഡ്ജിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അരവിന്ദ്. അയാളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. RX ലൈഫിനെതിരെ നടന്ന കേസുകളെല്ലാം തന്നെ അയാൾ തോറ്റു. അന്ന് ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയാണെന്ന്. ഒളിവിൽ പോയ അയാളെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ പോലീസുകാരോട് കോടതി പറയുന്നുണ്ട്. സാമ്രാജ്യം നഷ്ടപ്പെട്ടെന്ന ദുഃഖത്തിൽ തനിക്കിനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിയതിലും ആ ലോഡ്ജ് മുറിയിൽ തന്നെ അരവിന്ദൻ സൂസൈഡ് ചെയ്യുന്നു. കമ്പനി പൂട്ടിയതിലും സത്യം ജയിച്ചതിലും ഒരുപാട് പേർ ഹാപ്പിയായി. സാവിത്രിയുടെ മകൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നന്ദ മറ്റൊരിടത്ത് ജോലിയിൽ സെറ്റിൽഡായി. വിജയ് മരിച്ചുപോയ ജാനകിയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു. രാജീവ് ഡോക്ടറിന്റെ സാത്തി എന്ന ക്ലിനിക്കിലേക്ക് ഒരുപാട് പേഷ്യൻസ് വരാൻ തുടങ്ങി. സാത്തി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറി. ഇപ്പോൾ സാത്തിയുടെ CEO വിനോദാണ്. പുതിയ തലമുറയിൽ ഒരുപാട് പേർ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തു. കറപ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനീസിനെതിരായിരുന്നു ഇപ്പോൾ അവരുടെ പോരാട്ടം. അടുത്തതായിട്ട് വാക്സിൻ കുത്തിവെക്കുന്ന കമ്പനീസിനെതിരെയാണ് അവർ പോരാടാൻ പോകുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് എൻഡ് ആവുന്നത്.